ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുകയാണ്. വീണ്ടും ഹോർമുസ് കടലിടുക്ക് കടക്കാൻ ഇവിടെ ശ്രമം നടത്തിയ ഇന്ത്യൻ കപ്പലിനു നേരെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇറാൻ സൈന്യം അഴിച്ചുവിട്ടിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഇന്ത്യയിലേക്ക് പോകുകയായിരുന്ന കപ്പലിനെയാണ് IRGC ആക്രമിച്ചിരിക്കുന്നത്. സൈന്യം കപ്പൽ പിടിച്ചെടുത്ത് ഇറാനിലേക്ക് കൊണ്ടുപോയതായിട്ടുള്ള സൂചനകളാണ് പുറത്തുവരുന്നതും. ദുബായിൽ നിന്ന് കപ്പൽ യാത്ര ആരംഭിച്ച ഇന്ത്യയിലേക്ക് പോകുന്നതിനിടയിലാണ് IRGC ഈ കപ്പലുകളെ ആക്രമിക്കുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ തുറമുഖത്തേക്ക് പോകുന്ന കപ്പൽ പിടിച്ചെടുത്തുകൊണ്ട് സമുദ്ര സുരക്ഷയും വിതരണ ശൃംഖലയും കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്കകൾ ഇവിടെ കൂടുതലായി തന്നെ വർദ്ധിക്കുകയാണ്. മാത്രമല്ല, ഇവിടെ ഇറാനുമായി ചേർന്നുകൊണ്ട് വലിയ രീതിയിൽ ഇന്ത്യയുടെ ബന്ധം കൂടുതൽ വഷളാകാനുള്ള സാഹചര്യങ്ങളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഇവർ പുറത്തിറക്കിയ പ്രസ്താവനയിലാകട്ടെ വ്യക്തമാക്കുന്നത് 2 കപ്പലുകൾ അവിടെ പിടിച്ചെടുത്തിരിക്കുന്നതായിട്ടാണ് നാവികസേന വ്യക്തമാക്കുന്നത്. നാവിഗേഷൻ സംവിധാനങ്ങളിൽ കൃത്രിമത്വം കാണിച്ചുവെന്നും അതുവഴി സമുദ്ര സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്നും ഈ ഒരു രീതിയിൽ ഇവർ ഇതിന് നടപടിയെടുക്കാനുണ്ടായ കാരണമായി തന്നെ വിവരിക്കുകയാണ്. മാത്രമല്ല, 2 കപ്പലുകളും നിലവിൽ ഇറാന്റെ ടെറിട്ടോറിയൽ ജല അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ അവയുടെ ചരക്ക് രേഖകൾ, പ്രസക്തമായ രേഖകൾ എന്നിവ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് എന്നും ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ഇത്തരത്തിൽ ഇറാൻ ആക്രമണങ്ങൾ നടത്തുകയും വെടിയുതിർക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മോദി സർക്കാർ ഇറാന് കൃത്യമായ താക്കീത് പോലും നൽകുകയും ചെയ്ത ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് വീണ്ടും ഇത്തരത്തിൽ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുകയും ആ കപ്പൽ പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഇറാൻ US ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്നത് നിലവിൽ പാകിസ്ഥാനാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാനാണ് എന്ന അഭ്യൂഹങ്ങളടക്കം അവിടെ പരക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇറാനിയൻ സായുധ സേന ശക്തമായ ഒരു പ്രാദേശിക ശക്തിയായി തുടരുന്നു എന്നതാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഈ ആഭ്യന്തര ഇന്റലിജൻസ് വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ട്രംപ് ആകട്ടെ ആ ഒരു വെടിനിർത്തൽ കരാർ നീട്ടിയതെന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാന്റെ അഭ്യർത്ഥന മാനിച്ചാണ് വെടിനിർത്തൽ ഇവിടെ നീട്ടി നൽകിയതെന്നതായിരുന്നു ട്രംപ് അറിയിച്ചിരുന്നത്. വെടിനിർത്തൽ നീട്ടാൻ തങ്ങൾക്ക് അഭ്യർത്ഥിച്ചിട്ടില്ല എന്നതാണ് ഇറാൻ പറയുന്നതെന്നും ഏതു ഭീഷണികൾക്കും ഇവിടെ ശത്രുതാപരമായ നടപടികൾക്കും നിർണായകമാകുമെന്നും ഉടനടിയും ഇവിടെ പ്രതികരിക്കാൻ തങ്ങൾ സജ്ജമാണ് എന്ന് പോലും സായുധസേന, അതായത് ഇറാന്റെ സായുധസേന വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെ തന്നെ കഴിഞ്ഞ ദിവസം രാത്രി ടെഹ്റാനിൽ നടന്ന റാലിക്കിടെ ബാലിസ്റ്റിക് മിസൈൽ പ്രദർശനവും ഇറാൻ നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. 2 ആഴ്ചത്തെ വെടിനിർത്തൽ കാലാവധി തീരുമാനിക്കുന്നത് ഇത്തരത്തിൽ കാലാവധി തീരുമാനിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് തലസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്തുള്ള സ്ക്വയറിൽ വൻ ജനക്കൂട്ടം സംഘടിച്ചുകൊണ്ട് ഇത്തരത്തിൽ ബാലിസ്റ്റിക് മിസൈലുകളുടെ പ്രദർശനം നടത്തിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.